السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നിഷിദ്ധമായ സ്നേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അവിടെ അത് മുഖേന ഉണ്ടാകുന്ന ധാരാളം പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, സ്നേഹം മുഖേന ചില നന്മകളുണ്ടല്ലോ, അതിന്റെ ചില ഫായിദകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചില ഫായിദകൾ എണ്ണി പറഞ്ഞു, അവരുടെ വാദത്തിലുള്ള ചില ഗുണങ്ങൾ. അതിന് മറുപടി പറയുകയാണ് മുസന്നിഫ് റഹിമഹുല്ലാ. അവിടെ ആരെയാണ് യഥാവിധം സ്നേഹിക്കേണ്ടത് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയതിനു ശേഷം ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളെ, സുഖങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ്. സംശയാലുക്കൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി എന്നോണം തന്നെയാണ്. വലദ്ദാത്തു ദുനിയാ സലാസത്തു അൻവാഇൻ, ദുനിയാവിലുള്ള ആസ്വാദനങ്ങൾ, ആനന്ദങ്ങൾ, അത് 3 ഇനങ്ങളാണ്. ഫഅഅദമുഹാ വഅക്മലുഹാ, അതിലേറ്റവും മഹത്വമുള്ളതും പൂർണ്ണവുമായ ആനന്ദം, സന്തോഷം, ദുനിയാവിൽ ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് മാ ഔസല ലദ്ദത്തൽ ആഖിറ, ആഖിറത്തിലെ ആനന്ദത്തിലേക്ക് അവനെ എത്തിക്കുന്ന ആനന്ദം ഏതാണോ ഭൂമിയിലുള്ളത് അതാണ്. അതേതാണെന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിവരിച്ചതാണ്. അള്ളാഹുവിനെ അറിയലും അവനെ സ്നേഹിക്കലും ആണ് ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം. ആഖിറത്തിൽ ഒരാൾക്ക് ഏറ്റവും മുന്തിയ ഇനം ആനന്ദം ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അപ്പോ ആഖിറത്തിലെ ഈ ലദ്ദത്തിലേക്ക്, ആനന്ദത്തിലേക്ക് ഒരാളെ എത്തിക്കാൻ പര്യാപ്തമായ ആനന്ദം ഏതാണോ അതാണ് ഏറ്റവും അക്മലായ, പൂർണ്ണമായ, മഹത്വമേറിയ ആനന്ദം. അത് അള്ളാഹുവിനെ അറിയലാണ്, അവനെ സ്നേഹിക്കലാണ്. വയുസാബുൽ ഇൻസാനു അലാ ഹാദിഹി ലദ്ദത്തി അതമ്മ സവാബിൻ, ഇങ്ങനെയുള്ള ആനന്ദങ്ങൾ ഭൂമിയിൽ ഒരാൾ ആസ്വദിക്കുന്നത് മുഖേന അതിന് സമ്പൂർണമായ പ്രതിഫലം എന്ത് ചെയ്യും? അവന് നൽകപ്പെടും. അവൻ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ് ആ ലദ്ദത്തുകൾ കൊണ്ട്. അതിന് നാളെ ആഖിറത്തിൽ അല്ലാഹു എന്ത് ചെയ്യും? പ്രതിഫലം നൽകുകയും ചെയ്യും. വലിഹാദാ കാനൽ മുഅ്മിനു യുസാബു അലാ മാ യഖ്സിദു ബിഹി വജ്ഹല്ലാഹ്, അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. ഏതുപോലെ? മിന്നക്കലിഹി, അവൻ ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷെ അവൻ അള്ളാഹുവിന്റെ വജ്ഹ് അതുകൊണ്ട് കാംക്ഷിച്ചാൽ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ആനന്ദകരമാണ്, നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അവൻ നെയ്യത്ത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിഫലമാണ്.
അതേപോലെ വഷുർബിഹി വലിബാസിഹി വനികാഹി, അവൻ വെള്ളം കുടിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, അതുപോലെ നിക്കാഹ് ചെയ്യുന്നു, ഇതിലെല്ലാം അവൻ ആനന്ദമുണ്ട്. ഇതിനെല്ലാം അള്ളാഹുവിന്റെ വജ്ഹാണ് കാക്ഷിക്കുന്നത് എങ്കിൽ അതിന് പ്രതിഫലമാണ്. അള്ളാഹുവിന്റെയും അവന്റെയും ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് മുഖേന ഒരാളുടെ മനസ്സിനുണ്ടാകുന്ന ക്രോധം ശമിപ്പിക്കുമ്പോഴും അതിനൊന്നുണ്ട്, അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. ഫകൈഫ ബിലദ്ദത്തി ഈമാനി, അപ്പൊ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ലദ്ദത്ത്? ഈ പറയുന്ന പ്രവർത്തികൾ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചാൽ അതിനെന്തുണ്ട് പ്രതിഫലമുണ്ടെങ്കിൽ, അള്ളാഹുവിലുള്ള ഈമാനിന്റെ ലദ്ദത്ത്, വമഅരിഫതിഹി ബില്ലാ, അവനെ കുറിച്ച് അറിയുന്നതിന്റെ, വമഹബ്ബതിഹി ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ, വശൗഖിഹി ഇലാ ലിഖാഇ, അവനെ കണ്ടുമുട്ടാനുള്ളതായ ആഗ്രഹത്തിന്റെ, വതമഇഹി ഫീ റുഅയതി വജ്ഹിഹിൽ കരീം ഫീ ജന്നാത്തിൻ നഈം, നാളെ സ്വർഗീയ ലോകത്ത് അള്ളാഹുവിന്റെ പവിത്രമായ അവന്റെ വജ്ഹിലേക്ക് നോക്കുവാനുള്ള ആഗ്രഹം, അത് മുഖേന ഒരാൾക്ക് ഉണ്ടാകുന്ന ലദ്ദത്തിന് എന്ത് ചെയ്യും? അത് പ്രതിഫലം നൽകപ്പെടുന്ന ലദ്ദത്താണ്. അപ്പോ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ആനന്ദങ്ങളിൽ 3 ഇനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഇനം, ഏറ്റവും സമ്പൂർണമായ ഇനം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലുള്ള ലദ്ദത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നതായ ലദ്ദത്തുകളാണ്, ആസ്വാദനങ്ങളാണ്. അത് മുഖേന ആ ആസ്വാദനങ്ങൾ ആസ്വാദിക്കുന്നത് മുഖേന എന്ത് ചെയ്യും? അവനതിന് പ്രതിഫലവും ലഭിക്കും. ഇതാണ് ഒരു ഇനം. അന്നൗഉ സാനി, രണ്ടാമത്തേത് ലദ്ദത്തുൻ തംനഉ ലദ്ദത്തൽ ആഖിറ, ആഖിറത്തിലുള്ള ആനന്ദത്തെ തടുക്കുന്നതായ, അതിനെ നിഷേധിക്കുന്നതായ ലദ്ദത്തുകളാണ്. അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ ഭൂമിയിൽ ഒരാൾ ആസ്വദിക്കുന്നു. ഇതെന്താണ്? ഇതാണ് രണ്ടാമത്തെ ഇനം. ആ ആസ്വാദനങ്ങളിൽ ഏർപ്പെടുന്നത് മുഖേന ആഖിറത്തിൽ അവന് ലഭിക്കേണ്ട ആസ്വാദനം എന്ത് ചെയ്യൂല? ലഭിക്കുകയില്ല. വതുഅഖിബു അലാ മൻ അഅദമ മിൻഹ, എന്ന് മാത്രമല്ല ഇതിന് പിന്നാലെ അവന് വന്നു ചേരുന്നത് എന്താണ്? അതിനേക്കാൾ ഗുരുതരമായ വേദനകളായിരിക്കും. ചിലപ്പോൾ നൈമിഷികമായ എന്തെങ്കിലും സുഖങ്ങൾ ലഭിച്ചേക്കാമെന്ന് മുഖേന, പക്ഷേ അതിന് പിന്നാലെ അവന് വന്നു ചേരുന്നത് വലിയ ദുരിതങ്ങളായിരിക്കും. കല്ലദത്തില്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔസാന, അള്ളാഹുവിന് പുറമെ വസനികളെ, ബിംബങ്ങളെ, ആരാധ്യരെ സ്വീകരിച്ചതായ ആളുകളുടെ ലദ്ദത്ത് പോലെ അവർക്കതിലൊരു ലദ്ദത്തുണ്ട്. അള്ളാഹുവിന് പുറമെ വ്യത്യസ്തങ്ങളായ ആരാധ്യർക്ക് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവരതിൽ സുഖം കണ്ടെത്തുന്നുണ്ട്. മവദ്ദത ബൈനിഹിം ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിൽ ഈ ആരാധ്യരും ഇവരും തമ്മിലുള്ളതായ മവദ്ദത്തിന് ഒരു സ്നേഹബന്ധമുണ്ട്, അതിൽ അവർക്ക് ലദ്ദത്തുണ്ട്. പക്ഷെ അതെന്താണ്? ആഖിറത്തിലെ ലദ്ദത്തിനെ തടുത്തുകളയുന്നതാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെന്ത് ചെയ്യുന്നു? ഈ ആരാധ്യരെ സ്നേഹിക്കുന്നു. വയസ്തംതിഊന ബഅദുഹും ബിബഅദിൻ, അവരിൽ ചിലർ വേറെ ചിലരെ കൊണ്ട് ആസ്വാദനങ്ങൾ എടുക്കുകയാണ്. കമാ യഖൂലൂന ഫിൽ ആഖിറതി ഇദാ ലഖൂ റബ്ബഹും, അങ്ങനെ ആഖിറത്തിൽ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇപ്രകാരം പറയുമെന്നാണ്, റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ ചിലർ വേറെ ചിലരെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആസ്വാദനങ്ങൾ എടുത്തിട്ടുണ്ട്. വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചതായ അജൽ ഞങ്ങൾക്ക് അങ്ങനെ വന്നെത്തി, അവധി ഞങ്ങൾക്ക് എത്തുകയും ചെയ്തു. ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ഷാ അല്ലാഹ്, അങ്ങനെ അല്ലാഹുവിനോട് പറയും, നരകമാണ് നിങ്ങളുടെ സങ്കേതം, അവിടെ നിങ്ങൾ ശാശ്വതരായി കഴിഞ്ഞുകൊള്ളുക, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, നിന്റെ റബ്ബ് ഹക്കീമാണ്, യുക്തിയുള്ളവനാണ്, അലീമാണ്, അറിയുന്നവനാണ്. വകദാലിക നുവല്ലി ബഅദു അസ്സാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ, അങ്ങനെ ഇപ്രകാരം അവർ പ്രവർത്തിച്ച തിന്മയുടെ കാരണത്താൽ അക്രമങ്ങളിൽ ചിലരുടെ കൊണ്ട് നാം എന്ത് ചെയ്തിരിക്കുന്നു? ഒറ്റമിത്രങ്ങളാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോ ഇതിനൊരു ലദ്ദത്തുണ്ട്. ആ ലദ്ദത്ത് ഇവിടെ ഈ ആയത്ത് പ്രകാരം അവരെന്ത് ചെയ്തു? പരസ്പരം ആസ്വാദനം എടുത്തു എന്നാണ്. ജിന്നുകളിലുള്ള ഷൈത്താന്മാർ, അതേപോലെ തന്നെ മനുഷ്യരിലുള്ള ഷൈത്താന്മാർ, ഇങ്ങനെ ഇവർ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുകളും ആയിക്കൊണ്ട് ചില ആസ്വാദനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഇങ്ങനെയുള്ള ആരാധ്യന് മുഖേന. പക്ഷെ അതിന്റെ ഈ ആസ്വാദനത്തിന്റെ റിസൾട്ട് എന്താണ്? അത് ആഖിറത്തിലുള്ള ലദ്ദത്തിനെ നശിപ്പിക്കുന്നതാണ്. കഠിനമായ ശിക്ഷ ചെയ്യും, നാളെ ആഖിറത്തിൽ കിട്ടും, ശാശ്വതമായി നരകത്തിൽ പോകേണ്ടി വരും. അതുപോലെ വലദ്ദത്തു അസ്ഹാബിൽ ഫവാഹിഷി വൽദുൽമി വൽബഗ്യി ഫിൽ അർളി വൽഉലുവി ബിഗൈരിൽ ഹഖ്, തിന്മകൾ ചെയ്യുമ്പോഴുള്ളതായ ആനന്ദം, അക്രമങ്ങൾ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഭൂമിയിൽ അർഹതയില്ലാതെ ഒലുവ്, അഹന്ത നടിക്കുമ്പോൾ, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരാൾക്ക് ലഭിക്കുന്നതായ ആനന്ദം, ഇതാണ് രണ്ടാമത്തെ ഇനം. ഈ ആനന്ദം മുഖേന എന്ത് ചെയ്യൂല?
ആഖിറത്തിലെ ആനന്ദം ഒരാൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. വഹാദിഹി ലദ്ദാതു ഫിൽ ഹഖീഖത്തി ഇന്നമാ ഹിയ ഇസ്തിദ്റാജും മിനല്ലാഹി ലഹും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആസ്വാദനങ്ങൾ അള്ളാഹുവിങ്കൽ നിന്ന് അവർക്കുള്ള ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, അവന് ചില അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ കരുതുന്നു ഇത് എനിക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട് നൽകുന്നതാണ് എന്നവൻ വ്യാമോഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് അള്ളാഹു അവന് അയച്ചു കൊടുക്കുകയാണ്. ഒരൊറ്റപ്പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട് ഘട്ടഘട്ടമായി അയച്ചു കൊടുത്തിട്ട് ഒരൊറ്റ പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, അയച്ചു കൊടുക്കുന്നതാണ്. ഇസ്തിദ്റാജാണ് അവർ നടക്കുന്നത്. ലിയുദീഖഹും ബിഹാ അഅ്ളമൽ ആലാം, ഏറ്റവും ഗുരുതരമായ വലിയ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ എന്ത് ചെയ്യുന്നത്, ചില ആസ്വാദനങ്ങൾ ഭൂമിയിൽ കൊടുക്കുന്നത്. വയഹരിമഹും ബിഹാ അക്മലൽ ലദാത്ത്, ഏറ്റവും സമ്പൂർണമായ ആനന്ദങ്ങൾ അവർക്ക് അള്ളാഹു ഇത് മുഖേന എന്ത് ചെയ്യുന്നു, തടയുകയും ചെയ്യുന്നു. ബിമൻസിലത്തി മൻ ഖദ്ദമ ലിഗൈരിഹി തുആമൻ ലദീദൻ മസ്മൂമൻ. ഏതുപോലെ, അത് ഉദാഹരണം പറയുകയാണ് മുസന്നിഫ്. ഒരാൾ വേറൊരാൾക്ക് വിഷം പുരട്ടിയതായ, കലർത്തിയതായ വളരെ രുചികരമായ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. നല്ല ഭക്ഷണമാണ്, രുചികരമാണ്, പക്ഷെ അതിലെന്തുണ്ട്, വിഷം കലർത്തിയിട്ടുണ്ട്. ഇതവൻ എന്ത് ചെയ്യും, ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനറിയില്ല ഇത് അവനെ വലിയ നാശത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത്. എന്നതുപോലെയാണ് യസ്തദ്രിജുഹു ബിഹി ഇലാ ഹലാക്കി, ഈ ഭക്ഷണം എന്ത് ചെയ്യും, രുചികരമായി അവൻ ഭക്ഷിക്കുന്നുണ്ടെങ്കിലും അവനെ മരണത്തിലേക്കാണ് അത് എത്തിക്കുന്നത് എന്ന് എന്ത് ചെയ്യുന്നില്ല, അവനറിയുന്നില്ല. ഇതേപോലെയാണ് ഒരു ഇസ്തിദ്റാജാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. നാം അവരെ എന്ത് ചെയ്യുകയാണ്, അവർക്ക് അവരറിയാത്ത രീതിയിൽ നാം അവരെ ഘട്ടം ഘട്ടമായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നാം അവർക്ക് സാവകാശം നൽകിയിരിക്കുന്നു. നമ്മുടെ കൈദ്, അത് തന്ത്രം എന്താണ്, അത് ശക്തമായതാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ഖാല ബഅദു സലഫി ഫി തഫ്സീരി, ഇതിന്റെ വിശദീകരണത്തിൽ സലഫുകളിൽ ചിലർ പറഞ്ഞു, കുല്ലമാ അഹദഥു ദംബൻ അഹദഥനാ ലഹും നിഅമ. എപ്പോഴെല്ലാം അവർ ഒരു തിന്മ ചെയ്യുന്നുവോ അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു അനുഗ്രഹം അവർ കൊടുക്കും. ഈ സാധു വിചാരിക്കുന്നത് എന്താണ്, അള്ളാഹുവിന് എന്നെ ഇഷ്ടമാണ് എന്നാണ്. അപ്പോ തിന്മകൾ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വലിയ ഭയം ഭയക്കേണ്ടിയിരിക്കുന്നു. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ട് വരണമായിരിക്കില്ല, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിദ്റാജ് നിലയിലുള്ളതായിരിക്കും. കുല്ലമാ അഹദഥു ദംബൻ അഹദഥനാ ലഹും നിഅമ. എപ്പോഴെല്ലാം അവർ പാപം ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം എന്ത് ചെയ്യും, അവർക്ക് ഒരു നിഅമത്ത് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷക്ക് മുന്നോടിയാണത്. ഖുർആൻ പറയുന്നത് കാണാം, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്ത. അങ്ങനെ അവർക്ക് നൽകപ്പെട്ടത് കൊണ്ടവർ ആസ്വദിച്ച് സന്തോഷിച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അഖദ്നാഹും ബഗ്ത, നാം അവരെ പെട്ടെന്ന് പിടികൂടും. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ ആശയറ്റവരായി നിരാശരായി മാറും. ഫഖുതിഅ ദാബിറുൽ ഖൗമിൽ ലദീന ളലമു, അങ്ങനെ അക്രമകാരികളായ ആളുകളുടെ മുരടറക്കപ്പെടും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാവിധ സ്തുതികളും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. വഖാല തആല ഫി അസ്ഹാബി ഹാദിഹിൽ ലദ്ദാത്ത്, ഇങ്ങനെ ഭൂമിയിലുള്ള ആസ്വാദനങ്ങളിൽ രമിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. അവർ കരുതുന്നത് അവർക്ക് ധാരാളം സമ്പത്തും സന്താനങ്ങളും എല്ലാം നൽകുന്നത് മുഖേന അവർക്ക് നന്മകൾ കൊടുത്ത് നാം അവരെ സഹായിക്കുകയാണ് എന്നാണ് അവർ കരുതുന്നത്. ധാരാളം നന്മകൾ കൊടുത്ത്, സന്താനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് മുഖേന നാം അവർക്ക് നന്മകൾ ചൊരിയുകയാണ്, അവരെ നാം സഹായിക്കുകയാണ് എന്നാണോ അവർ കരുതുന്നത്. ബൽ ലാ യശ്ഉറൂൻ, അല്ല, അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ഇസ്തിദ്റാജാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അവർ തിരിച്ചറിയുന്നില്ല. വഖാല ഫീ ഹഖ്ഖിഹിം, വീണ്ടും അള്ളാഹു പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച്, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അങ്ങനെയുള്ള വഞ്ചനയിലകപ്പെട്ട കുഫാറുകളായ ആളുകളുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അത്ഭുതപ്പെടുത്തേണ്ടതില്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അത് മുഖേന അവർക്ക് ശിക്ഷ കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ, അങ്ങനെ കാഫിറുകളായി തന്നെ അവരുടെ ജീവൻ അപഹരിക്കപ്പെടാൻ, നഷ്ടപ്പെടാനാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അവരുടെ സമ്പത്ത് കണ്ട്, അവരുടെ സന്താനങ്ങളെ കണ്ട്, അധികാരങ്ങൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ അതിശയിക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയുകയാണ്. വഹാദിഹി ലദ്ദതു തൻഖലിബു ആഖിറൻ ആലാമൻ മിൻ അഅ്ദമിൽ ആലാം. ഈ ലദ്ദാത്തുകൾ, ഇങ്ങനെയുള്ള സുഖങ്ങൾ, ഇത്
പിന്നീട് എന്തായി മാറും? വലിയ ഗുരുതരമായ വേദനകളും ദുരിതങ്ങളുമായി പരിണമിക്കാനുണ്ട്. ഇതുപോലെ ഒരു കവി പറഞ്ഞതുപോലെ കമാ ഖീൽ മആരീബു കാനത് ഫിൽ ഹയാതി ലിഅഹ്ലിഹാ അദാബൻ ഫസാറത് ഫിൽ മആദി അദാബ. ദുനിയാവിലെ ഒരു മനുഷ്യന്റെ വലിയ വലിയ വ്യാമോഹങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, അതിന്റെ പിന്നാലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അത് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ധാരാളം അദാബുകൾ അവൻ സഹിക്കുന്നുണ്ട്. ദുനിയാവിലെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ നടന്നിട്ട് അതിന്റെ ആളുകൾ വലിയ അദാബുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹിക്കുന്നുണ്ട്. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, സമ്പത്തുകൾ ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, വലിയ കഷ്ടപ്പാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹിക്കുന്നുണ്ട് ദുനിയാവിലെ ഇതുപോലുള്ള ലദ്ദാത്തുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫസാറത്ത് ഫിൽ മആദി അദാബ, ഈ കഷ്ടപ്പാടുകളെല്ലാം പിന്നീട് ആഖിറത്തിലും എന്ത് ചെയ്യും? അത് അദാബായി മാറും എന്നോർക്കുമ്പോൾ വലിയ ദുരിതമാണ്, വലിയ കഷ്ടമാണ് എന്ന് എന്ത് ചെയ്യാണ്? കവി പറയുകയാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇനം. ഒന്നാമത്തെ ഇനം ആഖിറത്തിലുള്ളതായ ആനന്ദത്തിലേക്ക് ഒരാളെ എത്തിക്കുന്നതാണ്, ഭൂമിയിലെ ചില ആനന്ദങ്ങൾ. രണ്ടാമത്തെ ഇനം ഭൂമിയിലുള്ള ഈ ആനന്ദങ്ങൾ ആഖിറത്തിലെ ആനന്ദത്തെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കും. എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ എന്ത് ചെയ്യും? അവന് വാങ്ങി നൽകുകയും ചെയ്യും. മൂന്നാമത്തെ ഇനം ലദ്ദത്തുൻ ലാ തുഅഖിബു ലദ്ദതൻ ഫി ദാരിൽ ഖറാരി വലാ അലമാ. ഭൂമിയിലുള്ള ചില ആസ്വാദനങ്ങളുണ്ട്, അത് നാളെ ആഖിറത്തിൽ ഒരു ലദ്ദത്തിനെ കൊണ്ടുവരുന്നതുമല്ല, അതേപോലെ തന്നെ ഒരു വേദനയും കൊണ്ടുവരികയില്ല. അങ്ങനെയുള്ള ചില ആനന്ദങ്ങൾ ഭൂമിയിലുണ്ട്. അത് നാളെ ആഖിറത്തിൽ ശിക്ഷയ്ക്കും കാരണമാക്കുകയില്ല, എന്നാൽ വേറെ ഏതെങ്കിലും പ്രതിഫലത്തിനും എന്ത് ചെയ്യൂല, ഇടയാക്കാത്തതായ ചില ആനന്ദങ്ങൾ ഭൂമിയിലുണ്ട്. വലാ തംനഉ അസ്ല ലദ്ദത്തി ദാരിൽ ഖറാർ. നാളെ ആഖിറത്തിലെ ശാശ്വത ഗേഹത്തിലെ ലദ്ദത്തിനെ അത് എന്ത് ചെയ്യുന്നതല്ല, തീരെ ഇല്ലാതാക്കുന്നതുമല്ല. ഈ ആസ്വാദനങ്ങൾ ആസ്വദിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല, നാളെ ആഖിറത്തിൽ ഉള്ള സ്വർഗത്തെ തൊട്ടവനെ തീരെ തടയപ്പെടുകയില്ല. വൈൻ മനഅത് കമാല, ചിലപ്പോൾ അതിന്റെ സമ്പൂർണതയ്ക്ക് എന്ത് ചെയ്തേക്കാം, തടസ്സമുണ്ടായേക്കാം. വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമായേക്കാം ഈ ലദ്ദത്തുകളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ. വഹാദിഹിൽ ലദ്ദത്തുൽ മുബാഹ, അനുവദിക്കപ്പെട്ട ഇങ്ങനെയുള്ള ആനന്ദങ്ങൾ, അല്ലത്തി ലാ യുസ്തആനു ബിഹാ അലാ ലദ്ദത്തിൽ ആഖിറ. അതിന്റെയും ഒരു പ്രത്യേകത മുസ്ലിഫോട് പറഞ്ഞിരിക്കുകയാണ്. അനുവദിക്കപ്പെട്ട ചില ആനന്ദങ്ങളുണ്ട്. ആ ആനന്ദങ്ങൾ നാളെ ആഖിറത്തിൽ ആനന്ദങ്ങൾ നേടിക്കൊടുക്കുന്നതാണ്. അത് മുഖേന അവൻ എന്ത് ചെയ്താൽ ആഖിറത്തിലെ ലദ്ദത്തിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അനുവദനീയമായൊരു ആനന്ദത്തിൽ ഒരാൾ ഏർപ്പെടുകയാണ്. അത് മുഖേന അവൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ആഖിറത്തെയാണ്, അള്ളാഹുവിന്റെ വജ്ഹിനെയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ആഖിറത്തിലുള്ള പ്രതിഫലം നേടിക്കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാത്ത അനുവദനീയമായ എന്ത് ചെയ്യുന്നു, ചില ആനന്ദങ്ങളിൽ ഒരാൾ ഏർപ്പെടുന്നു. അനുവദനീയമായ ചില ആനന്ദങ്ങളിൽ ഒരാൾ ഏർപ്പെടുന്നു. അത് മുഖേന അവൻ അള്ളാഹുവിന്റെ വജ്ഹ് എന്ത് ചെയ്യുന്നില്ല, കാക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ആനന്ദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അനുവദനീയമാണ്. അനുവദനീയമായ ഒരു കാര്യം എന്ത് ചെയ്തു, ഒരാൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്താൽ നല്ല നെയ്യത്തുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിക്കാതെ അനുവദനീയമായ ചില ലദ്ദാത്തുകളിൽ എന്ത് ചെയ്യുന്നു, ഏർപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മൂന്നാമത്തെ ഇനമായിട്ട്. അങ്ങനെയുള്ളതായ ലദ്ദാത്തുകൾ ഫഹാദിഹി സമാനുഹ യസീറുൻ, അതിന്റെ കാലം എന്താണ്, വളരെ കുറച്ചാണ്. ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാനുള്ളതല്ല. ദുനിയാവ് വളരെ ചെറുതാണ്. ലൈസലി തമത്തുഇൻ നഫ്സി ബിഹാ ഖദറുൻ, അത് മുഖേന മനസ്സിന് ആനന്ദങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അതിന് വലിയ സ്ഥാനമൊന്നുമില്ല, വലിയ അളവൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയമാണ് ദുനിയാവ് എന്ന് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നാലെ നടന്നാൽ എന്ത് ചെയ്യൂല, വലിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കും എന്ന് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. വലാബുദ്ദ അൻ തഷ്തഗില അമ്മാ ഹുവ ഖൈറുൻ വഅൻഫഉ മിൻഹാ, അതിനേക്കാൾ ഖൈറായ ഗുണമേറിയതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, വ്യാപൃതനാകേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ നടന്നിട്ട് പാഴാക്കാനുള്ളതല്ല അവന്റെ ജീവിതം. അതിനേക്കാൾ ഗുണമുള്ളതായ നന്മകൾ കരഗതമാക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്. വഹാദൽ ഖിസ്മു ഹുവല്ലദീ അനാഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി, ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ്, ഇനത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ലഹ്വിൻ യൽഹു ബിഹി റജുലു ഫഹുവ ബാതിലുൻ. ഒരു മനുഷ്യൻ ഏർപ്പെടുന്ന സകല വിനോദങ്ങളും അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. ഇല്ലാ റംയുഹു ബിഖൗസിഹി, അവൻ എന്ത് ചെയ്യുന്നു, അമ്പെയ്ത്ത് പരിശീലിക്കുന്നു, അതൊഴികെ. വതഅദീബഹു ഫറസ, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു, കുതിരയെ ഓടിക്കാൻ, യുദ്ധത്തിന് പരിശീലിപ്പിക്കാൻ, അതിനവൻ എന്ത് ചെയ്യുന്നു, അത് അവന്റെ ഒരു പാഷനാണ്. മുലാഅബതഹു ഇംറഅതു, അല്ലെങ്കിൽ അവന്റെ ഭാര്യയുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, തമാശകളിൽ ഏർപ്പെടുന്നു, കളികളിൽ ഏർപ്പെടുന്നു.
ആസ്വാദനങ്ങളിൽ ഏർപ്പെടുന്നു. ഫഇന്നഹുന്ന മിനൽ ഹഖ്, അത് ഹക്കായിട്ടുള്ളതാണ്, അതിന് പ്രതിഫലമുണ്ട്. അവനെന്ത് ചെയ്യുന്നു? ഇതിന് നല്ല ലക്ഷ്യങ്ങൾ വെക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മുഖേന അവൻ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കുന്നുണ്ട്. അവൻ ശത്രുക്കളോടുള്ളതായ ജിഹാദിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ളതായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. പരിശീലനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭാര്യമാരുമായിട്ടാണ് ഇതുപോലുള്ളതായ രസങ്ങളിൽ എന്ത് ചെയ്യുന്നത്? ഏർപ്പെടുന്നത്. എന്നാൽ അത് ഹക്കാണ്. അതല്ലാത്തതായ വിനോദങ്ങൾ അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്, വലിയ അർത്ഥമൊന്നുമില്ല അതില് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ഇതിനെക്കുറിച്ച്. അത് അനുവദനീയമാണോ? അനുവദനീയമാണ്. അങ്ങനെയുള്ളതായ വിനോദങ്ങൾ അനുവദനീയമാണ്. പക്ഷെ അതിന്റെ പിന്നാലെ നടന്നിട്ട് സമയം കളയുക എന്നുള്ളത് എന്തല്ല, ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല. അതുകൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കപ്പെടേണ്ടതായ ലദ്ദത്ത്, ഹക്കായ ആസ്വാദനം, അതിന് സഹായകരമായ ഏത് ലദ്ദത്തും എന്താണ്? അത് ഹക്കാണ്. എന്നാൽ വമാലം യുഇൻ അലൈഹ ഫഹുവ ബാത്തിലുൻ, യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കപ്പെടേണ്ട ആഖിറത്തിലുള്ളതായ ആനന്ദത്തിന് സഹായകരമല്ലാത്ത ഏതെല്ലാം കാര്യമുണ്ടോ അതെന്താണ്? ബാത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നു, ഇങ്ങനെയുള്ള ഈ സ്നേഹം, അതായത് തേടപ്പെടേണ്ട ആഖിറത്തിലുള്ളതായ ആനന്ദത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതായ കാര്യങ്ങൾ, അതിനോടുള്ളതായ സ്നേഹം, അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അവനറിയലാണ്, അവനെ സ്നേഹിക്കലാണ്. ഇത് ഫഹാദൽ ഹുബ്ബു ലാ യുൻകറു വലാ യുദം, ഇത് എന്തല്ല, ഇൻകാർ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ട ഒന്നല്ല. ബൽ ഹുവ അഹദു അൻവാഇൽ ഹുബ്ബി, ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഹുബ്ബിന്റെ ഇനങ്ങളിൽ ഒന്നാണ്. ഈ ഹുബ്ബ് ഏതാണെന്ന് മുസ്ലിം വിശദീകരിക്കുന്നുണ്ട്. വകദാലിക ഹുബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്. വഇന്നമാ നഅനി അൽ മഹബ്ബൽ ഖാസ്സ, ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലായ പ്രത്യേകമായ ഒരു സ്നേഹമാണ്. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞത് സ്നേഹത്തിന് ചില എന്തുണ്ട്, ഗുണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരാൾ എന്ത് ചെയ്യുന്നു, അവന്റെ ചിന്തകൾ മുഴുവൻ അള്ളാഹുവിനെ സംബന്ധിച്ചാക്കി മാറ്റുന്നു. അവന്റെ സംസാരങ്ങളിൽ, അവന്റെ മനസ്സിൽ അവന് ഉന്മേഷം അള്ളാഹുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവനെ കണ്ടുമുട്ടാനാണ്, അവനെ കാണണം എന്നുള്ള ആഗ്രഹമാണ് അവന്റെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനാണ്. ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹം എന്തല്ല, ആക്ഷേപാർഹമായതല്ല, അത് തടയപ്പെടേണ്ട, വെറുക്കപ്പെടേണ്ട ഒന്നല്ല. കാരണം ഇത് സ്നേഹങ്ങളുടെ ഒരു ഇനമാണ് എന്നല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ സ്നേഹം ഉണ്ടാവുക. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്നേഹം സ്പെഷ്യലായ പ്രത്യേകമായ സ്നേഹമാണ്. കാരണം അല്ലത്തി തശ്ഗലു, അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലത്തി തശ്ഗലു ഖൽബൽ മുഹിബ്ബി, അത് ഈ സ്നേഹിക്കുന്നവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? വ്യാപൃതനാക്കും. ആരെയാണോ സ്നേഹിക്കുന്നത് അവനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവന്റെ മുന്നിൽ, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. വഫിക്റഹു വദിക്റഹു ലിമഹബൂബി, താൻ സ്നേഹിക്കുന്നവന്റെ കുറിച്ചുള്ളതായ ഫിക്ർ, ചിന്തയും സ്മരണയുമായിരിക്കും എപ്പോഴും അവന്റെ ഹൃദയം. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ സ്നേഹത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് വഇല്ലാ ഫകുല്ലു മുസ്ലിമിൻ ഫീ ഖൽബിഹി മഹബ്ബത്തുൻ ലില്ലാഹി വറസൂലി, ഏതൊരു മുസ്ലിമിനും അള്ളാഹുവിനോടും റസൂലിനോടും എന്തുണ്ട്? സ്നേഹമുണ്ട്. അതിനെക്കുറിച്ചല്ല പറയണത്, അത് നിർബന്ധമായ സ്നേഹമാണ്. അതില്ലാതെ ലാ യദ്ഖുലു ഫിൽ ഇസ്ലാമി ഇല്ലാ ബി, ആ സ്നേഹമില്ലെങ്കിൽ ഒരാൾ എന്താവില്ല, മുസ്ലിം ആവുകയില്ല. ആ സ്നേഹത്തെ കുറിച്ചല്ല പറയണത്. അതിനപ്പുറത്തുന്നുണ്ട് ഇങ്ങനൊരു സ്നേഹമുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹമുണ്ട്. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് അവന്റെ ചിന്തയിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹമാണ്. വന്നാസു മുതഫാവിതൂന ഫീ ദറജാതി ഹാദിഹിൽ മഹബ്ബ തഫാവുതൻ, ഈ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ പല ദറജകളിലാണ്. എല്ലാവരും ഒരേപോലെ അല്ല. കേവലം പ്രാഥമികമായി എന്താണ്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന സ്പെഷ്യലായ സ്നേഹം ഇത് പലരിലും എന്താണ്, വ്യത്യസ്ത രീതികളിലാണ്, വ്യത്യസ്ത അനുപാതത്തിലാണ്. ലാ യുഹ്സിഹി ഇല്ലല്ലാഹ്, അതിനെ അള്ളാഹുവിനല്ലാതെ കണക്കാക്കാൻ സാധിക്കുകയില്ല. ഫബൈന മഹബ്ബത്തിൽ ഖലീലൈനി വമഹബ്ബത്തി ഗൈരിഹിമാ മാ ബൈനഹുമാ, ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും അവരുടെ സ്നേഹം, അതുപോലെ അതല്ലാത്തവരോടുള്ള സ്നേഹം, ഇത് തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇതേപോലെ തന്നെ ഈ പറയുന്ന സ്പെഷ്യൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്തുണ്ട്, ആളുകൾ വ്യത്യസ്തങ്ങളായ നിലയിലാണ്. ഫഹാദിഹിൽ മഹബ്ബത്തു ഹിയല്ലത്തി തുലത്തിഫുർ റൂഹ്, എന്നിട്ട് മുസന്നിഫ് പറയാണ്, സ്നേഹത്തിന്റെ ഉപകാരങ്ങൾ, ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, മനസ്സിന് എന്ത് ചെയ്യും, ഒരു ലത്തീഫാക്കി മാറ്റും, അതിനെ
മൃദുത്വം നൽകും, എന്തൊക്കെയും പറഞ്ഞല്ലോ അവര്, പ്രേമം മുഖേന അതില്ലാണ്ടാവുന്നു. മുസ്ലിം പറയാണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ ആത്മാവിനെ നൈർമല്യമാക്കി തീർക്കുന്നതാണ്. വലിയ പ്രയാസങ്ങൾ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഭാരം ചെയ്യും, കുറച്ചു നൽകും. ഇവന് ഈ സ്നേഹം നല്ല ശക്തമായിട്ടുണ്ടെങ്കിൽ ഇബാദാത്തുകളൊന്നും അവന് ഭാരമല്ല, നമസ്കാരം ഒരു പ്രയാസം ഉണ്ടാവുകയില്ല, എത്ര നേരം വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കും, എത്ര നേരവും ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും, എത്ര വലിയ സംഖ്യയും സ്വതക്കയായി കൊടുക്കാൻ സാധിക്കും. ഹജ്ജുകളും ഉംറകളും എല്ലാം അവന് ആസ്വാദനങ്ങളായി മാറും. അത് അവന് പ്രയാസങ്ങൾ എന്ത് ചെയ്യും, ലഘൂകരിച്ചു കൊടുക്കും. പിശുക്കനായ ആളുകൾ എന്ത് ചെയ്യും, അവരെ ഉദാരന്മാരാക്കി മാറ്റും ഈ സ്നേഹമുണ്ട് എങ്കിൽ. ജബാൻ, ഭീരുക്കളെ അത് ധീരന്മാരാക്കി മാറ്റും. ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഭീരുക്കളെ ധീരന്മാരാക്കി മാറ്റുന്നത്. ബുദ്ധിയെ ശുദ്ധീകരിച്ചെടുക്കും. അത് നഫ്സിനെ തർബിയത്ത് ചെയ്യും, പരിശീലിപ്പിച്ചെടുക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തെ എന്ത് ചെയ്യും, ഏറ്റവും സന്തുഷ്ടമായ നല്ല ജീവിതമാക്കി മാറ്റുന്നത് ഈ സ്നേഹമാണ്. ലാ മഹബ്ബത സുവരിൽ മുഹറമ, നിഷിദ്ധങ്ങളായ പ്രണയങ്ങളല്ല എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഈ ഫായിദകൾ ഉണ്ടാക്കി തരുന്നത്. وإذا بليت السرائر يوم اللقاء كانت سريرة صاحبها من خير سرائر العباد. ഇതിന് മുസന്നിഫ് പറയാണ്, നാളെ ആഖിറത്തിൽ യൗമുൽ ലിഖാഇൽ മനുഷ്യരുടെ രഹസ്യങ്ങൾ എന്ത് ചെയ്യപ്പെടും, വെളിപ്പെടുത്തപ്പെടുന്നതായ ദിവസത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ രഹസ്യങ്ങളായിരിക്കും ഏറ്റവും ശുദ്ധമായ രഹസ്യങ്ങൾ, അതായിരിക്കും ഏറ്റവും പവിത്രമായ ഖൈറായ രഹസ്യങ്ങൾ അവരുടേതായിരിക്കും. അള്ളാഹുമായിട്ടുള്ള സ്നേഹത്തിന്റെ രഹസ്യങ്ങളായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്, മറ്റുള്ള കാര്യങ്ങളായിരിക്കുകയില്ല. ഏതുപോലെ കമാ ഖീൽ, ഒരു കവി പറഞ്ഞതുപോലെ, സയബ്ഖാ ലക്കും ഫീ മുദ്മരിൽ ഖൽബി വൽ ഹഷാ സരീറതു ഹുബ്ബിൻ യൗമ തുബ്ല സറായിറു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഉള്ളുകളിൽ ഒളിപ്പിക്കപ്പെട്ടതായ രഹസ്യങ്ങൾ, കള്ളികൾ, മനസ്സിലെ നെയ്യത്തുകൾ അതെന്ത് ചെയ്യപ്പെടും, അത് എന്നും അവിടെ നിലനിൽക്കും. അത് ഖിയാമത്ത് നാളിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസത്തിൽ എന്ത് ചെയ്യും, പുറത്തു വരും. അങ്ങനെയുള്ള ആ ദിവസത്തിൽ ഏറ്റവും പവിത്രമായ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആരുടെ മനസ്സുകളിലായിരിക്കും, ഈ പറയുന്ന ആളുകളുടെ മനസ്സുകളിലായിരിക്കും. വഹാദിഹിൽ മഹബ്ബതു ഹിയല്ലതി തുനവ്വിറുൽ വജ്ഹ, ഈ സ്നേഹമാണ് ഒരു മനുഷ്യന്റെ മുഖത്തിന് പ്രസന്നത കൊടുക്കുന്നത്. വതശ്റഹു സദ്റ, നെഞ്ചിന് വിശാലത കൊടുക്കുന്നത്. വതുഹിൽ ഖൽബ്, ഹൃദയത്തെ ജീവിപ്പിക്കുന്നതും ഈ സ്നേഹമാണ്. വകദാലിക മഹബ്ബതു കലാമില്ല, അപ്രകാരം തന്നെ അല്ലാഹുവിന്റെ വാക്യങ്ങളോട്, കലാമയോട്, ഖുർആനിനോടുള്ളതായ സ്നേഹം. ഫഇന്നഹു മിൻ അലാമത്തി മഹബ്ബത്തില്ല, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണെന്ത്, അല്ലാഹുവിന്റെ കലാമിനോടുള്ള സ്നേഹം. വഇദാ അറദ്ത അൻ തഅലമ മാ ഇൻദക വഇൻദ ഗൈരിക മിൻ മഹബ്ബത്തില്ല, നിനക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ എന്ന് നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഫൻദുർ മഹബ്ബത്തൽ ഖുർആനി മിൻ ഖൽബിക്, നിന്റെ ഹൃദയത്തിൽ ഖുർആനിനോട് എത്ര മഹബ്ബത്തുണ്ട് എന്ന് നീ നോക്കിയാൽ മതി. ഖുർആൻ നീ എത്രയധികം ഓതുന്നുണ്ട്, എത്ര പാരായണം ചെയ്യുന്നുണ്ട്, അതിന് നീ ഹിഫ്ളാക്കാൻ, അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ നീ എത്ര താല്പര്യം കാണിക്കുന്നുണ്ട്, ഖുർആനിനോട് നിനക്ക് എത്ര സ്നേഹമുണ്ട് എന്ന് നോക്കിയാൽ മതി. വൽതിദാദക ബിസമാഇഹി അഅളമ മിനൽ ഇൽതിദാദി അസ്ഹാബിൽ മലാഹി വൽഗിനാഇൽ മുത്രിബി ബിസമാഇഹിം, കാതിന് ഇമ്പമേകുന്ന മ്യൂസിക്കുകളും അതേപോലെ തന്നെ പാട്ടുകളും ഇതിൽ നിന്ന് ആനന്ദം കൊള്ളുന്നതിനേക്കാൾ പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ആനന്ദം കൊള്ളാൻ നിനക്ക് എത്ര സാധിക്കുന്നുണ്ട് എന്ന് നീ പരിശോധിച്ചാൽ മതി. ഫഇന്ന മിനൽ മഅലൂമി അന്ന മൻ അഹബ്ബ മഹബൂബൻ കാന കലാമുഹു വഹദീസുഹു അഹബ്ബ ഷൈഇൻ ഇലൈഹി കമാ ഖീൽ, കാരണം അറിയപ്പെട്ട കാര്യമാണ്, ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സംസാരങ്ങൾ ഇവന് ഇഷ്ടമായിരിക്കും, അവനുമായി എത്രയധികം സംസാരിക്കാനും ചെയ്യും, ഇവൻ ആഗ്രഹിക്കും, അവനുമായിട്ടുള്ള സംസാരത്തിൽ എന്ത് ചെയ്യുകയില്ല, അവന് മടുപ്പുണ്ടാവുകയില്ല എന്ന് അറിയപ്പെട്ട കാര്യമാണ്. അപ്പോ അള്ളാഹുവിന് സ്നേഹമുണ്ടെന്ന് പറയുന്നു, പക്ഷേ അള്ളാഹുവിന്റെ കലാമ് വായിക്കാൻ ഇന്നില്ല, അവന് സമയമില്ല, അതിൽ അവന് ലദ്ദത്തില്ല, അത് കേൾക്കാൻ അവൻ എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല എങ്കിൽ അത് അവന്റെ ഈമാനിന്റെ കുറവാണ്, സ്നേഹത്തിന്റെ കുറവാണെന്ന് മനസ്സിലാക്കണം. ഏതുപോലെ കവി പറഞ്ഞതുപോലെ, ഇൻ കുന്ത തസ്ഉമു ഹുബ്ബി ഫലിമ ഹജർത കിതാബി, നീ പറയുന്നു നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്റെ കിതാബിനെ ഉപേക്ഷിച്ച് കളഞ്ഞത്? അമാ തഅമ്മൽത മാ ഫീഹി മിൻ ലദീദി ഖിതാബി, എന്റെ സുന്ദരങ്ങളായ ആസ്വാദനങ്ങളായ എന്റെ അഭിസംബോധനകളെ നീ ചിന്തിക്കാത്തത് എന്താണ്, അതിലുള്ളതായ ആശയങ്ങളെ കുറിച്ച് നീ മനസ്സിലാക്കാത്തത് എന്താണ് എന്ന് കവി ചോദിക്കുകയാണ്. വഖാല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ലൗ തഹുറത് ഖുലൂബുനാ ലമാ ശബിഅത് മിൻ കലാമില്ലാ. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നമുക്ക് വയറു നിറയുകയില്ല. അതെത്ര പാരായണം ചെയ്താലും എത്ര കേട്ടാലും മടുപ്പൂരുമായിരുന്നില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുക, ഖുർആൻ പഠിക്കുമ്പോൾ മടുപ്പുണ്ടാകുന്നത്. അതിനോട് നമുക്ക് വിരക്തി തോന്നുന്നത് നമ്മുടെ ഹൃദയം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ കലാമി കേൾക്കാൻ എന്ത് ചെയ്യും, ഇഷ്ടമുണ്ടാകും. അത് പാരായണം ചെയ്യാൻ അവനക്ക് എന്ത് ചെയ്യും, ഇഷ്ടമുണ്ടാകും. എങ്ങനെയാണ് ഒരു സ്നേഹിതന് താൻ സ്നേഹിക്കുന്നവന്റെ കലാമ് കേട്ടിട്ട് വയറു നിറയുക? എങ്ങനെയാണ് അത് മതിയാകുന്നത്? എങ്ങനെയാണ്? കാരണം അവനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവന്റെ മത്ലൂബ്, ഇവന്റെ ലക്ഷ്യം, അതാണ് അവന്റെ തൃപ്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് മടുപ്പുണ്ടാവുക, അത് അവസാനിപ്പിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ലി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ അലൈ, എനിക്ക് ഖുർആൻ പാരായണം ചെയ്തതാ. ഫഖാൽ അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, ഞാൻ ചോദിച്ചു, ഞാൻ താങ്കൾക്ക് പാരായണം ചെയ്തു തരികയോ? താങ്കളുടെ മേലാണല്ലോ ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടത്. ഫസ്തഫ്തഹ വഖറഅ സൂറത്തുൻ നിസാ, അങ്ങനെ എന്ത് ചെയ്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ആരംഭിച്ചു പാരായണം ചെയ്യാൻ. ഹത്താ ഇദാ ബലഗ ഖൗല, അങ്ങനെ അള്ളാഹുവിന്റെ വാക്യമെത്തി, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ, എപ്രകാരമായിരിക്കും ഓരോ ഉമ്മത്തിന്റെ മേലും ഒരു ഷഹീദിനെ നാം ഹാജരാക്കുന്ന സമയത്ത് താങ്കളുടെ ഈ ഉമ്മത്തിന് എതിരിൽ താങ്കളെയും കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, മതി. ഫറഫഅ റഅസഹു ഫഇദാ ഐനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്രിഫാൻ മിനൽ ബുകാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല ഉയർത്തുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ വാർന്നുകൊണ്ടിരിക്കുകയാണ് കരച്ചിൽ കൊണ്ട്. അപ്പൊ ഇതാണ് ഈമാനിന്റെ യാഥാർത്ഥ്യം, സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. വകാന സ്വഹാബത്തു ഇദാ ഇജ്തമഉ വഫീഹിം അബൂ മൂസ യഖൂൽ, അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ സ്വഹാബികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പറയും, യാ അബൂ മൂസ ദക്കിർനാ റബ്ബന, ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്ത്. ഫയഖറഉ, അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാൻ തുടങ്ങും. വഹും യസ്തമിഊൻ, അവരെന്ത് ചെയ്യും, അത് കേട്ടിരിക്കും. അപ്പൊ ഖുർആൻ കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ളതായ സ്നേഹത്തിന്റെ അടയാളമാണ്. ഫലി മുഹിബ്ബിൽ ഖുർആനി മിനൽ വജ്ദി, ഖുർആനിനോടുള്ള സ്നേഹം, ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വജ്ദ് ഉണ്ടാകും. വജ്ദ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടുണ്ടാകുന്ന വിങ്ങലാണ്. സ്നേഹം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന വേദനയുണ്ട്, അതൊരു ആസ്വാദനമുണ്ട്. ഖുർആൻ ആര് സ്നേഹിക്കുന്നുവോ അവൻ ആ വജ്ദ് ഉണ്ടാകും. വദ്ദൗഖ്, അതിനോടൊരു അഭിരുചി ഉണ്ടാകും. വല്ലദ്ദ, ഒരു ആസ്വാദനം ഉണ്ടാകും. വൽഹലാവത്തി വസ്സുറൂർ, മാധുര്യവും സന്തോഷവും അത് മുഖേന ലഭിക്കും. അദ്ആഫു മാലി മുഹബ്ബി അസ്സമാഇ ശൈത്വാനി, ശൈത്വാനിന്റെ മ്യൂസിക്കുകൾ, സംഗീതങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടി അധികം എന്ത് ചെയ്യും, സന്തോഷം ഇവര് ലഭിക്കുന്നതാണ്. فإذا رأيت الرجل ذوقه ووجده وطربه وتشوقه إلى سماع الأبيات دون سماع الآيات, അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾക്കാതെ ഈ പറയുന്ന ശൈത്വാനിന്റെ സംഗീതങ്ങൾ കേൾക്കാൻ അതിനോടാണ് ഒരാളുടെ ആഗ്രഹമെങ്കിൽ, അവന്റെ ഇഷ്ടം അതിനോടാണെങ്കിൽ, അവന്റെ അഭിരുചി, അവന്റെ ആനന്ദം അതിലാണ് എങ്കിൽ, വസമാഇൽ അൽഹാനി ദൂന സമാഇൽ ഖുർആൻ, ഖുർആനിനെ കേൾക്കാതെ ഈ പറയുന്ന ഈരടികൾ, സംഗീതങ്ങൾ കേൾക്കുന്നതിലാണ് അവന്റെ ആസ്വാദനമെങ്കിൽ, വഹുവ കമാ ഖീൽ, അത് ഒരു കവി പറഞ്ഞതുപോലെയാണ്, തുഖറഉ അലൈക്കൽ ഖത്മ, പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം നിന്റെ മേൽ ഓതപ്പെട്ടു. വഅന്ത ജാമിദുൻ കൽ ഹജർ, നിനക്കൊരു കുലുക്കവുമില്ല, നീ പാറക്കല്ല് പോലെ ഉറച്ചിരിക്കുകയാണ്. വബൈതും മിനശ്ശിഅരി യുൻഷദ് തമീലു കന്നശ്വാനി, എന്നാൽ സംഗീതത്തിൽ നിന്ന് ഒരു വരി പാടപ്പെട്ടപ്പോൾ മദ്യലഹരിയിൽ ആനന്ദിക്കുന്ന ആളുകളെ പോലെ നീ എന്ത് ചെയ്യുന്നു, ആനന്ദിക്കുന്നു. അതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ. അപ്പോ ഒരു വരി പാട്ട് കേട്ടാൽ മതി, അവനെന്ത് ചെയ്യും, ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അവനൊരു അനക്കവുമില്ല, അവന്റെ മനസ്സിൽ ഒരു ചലനവുമില്ല എങ്കിൽ അതെന്താണ്, അത് ഈമാനിന്റെ ദുർബലതയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്.
ഫഹാദാ മിൻ അഖ്വൽ അദില്ലത്തി അലാ ഫറാഗി ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹി വ കലാമി. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ കലാമിനോടും ഹൃദയത്തിൽ ഒന്നുമില്ല, ഹൃദയത്തിൽ അതിനോടൊരു സ്നേഹവുമില്ല, ഹൃദയം അതിനെ തൊട്ട് കാലിയാണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന ശക്തമായ തെളിവാണെന്ത് ഈ പറയുന്ന കാര്യം. വതഅല്ലുഖിഹി ബിമഹബ്ബത്തി സമാഇ ശൈത്വാൻ, ശൈത്വാനിന്റെ സംഗീതങ്ങൾ കേൾക്കുന്നതിനോടുള്ള സ്നേഹം അതാണ് അവന്റെ ഹൃദയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവാണ്. വൽ മഗ്റൂറു യഅതഖിദു അന്നഹു അലാ ഷൈഇൻ, ഈ വഞ്ചിക്കപ്പെട്ട സാധു വിചാരിക്കുന്ന അവനെന്തോ വലിയ സംഭവമാണ് എന്നാണ് പാട്ട് കേട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്. ഫഫീ മഹബ്ബത്തില്ലാഹി വ കലാമിഹി വ റസൂലി, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിലും അവന്റെ കലാമിനെ സ്നേഹിക്കുന്നതിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലും അദ്ആഫു മാ ദക്കറ സായിലു മിൻ ഫവായിദിൽ ഇശ്ഖി വ മനാഫിഹി, നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ പ്രേമത്തിന്റെ ഇഷ്കിന്റെ ഗുണങ്ങളുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായ ഗുണങ്ങളെക്കാൾ ഇരട്ടിയിലധികം എന്തുണ്ട്, ഫായിദകൾ, നേട്ടങ്ങൾ എവിടെയാണ് ലഭിക്കുക? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ കലാമിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നതിലാണ്. ബൽ ലാ ഹുബ്ബ അലൽ ഹഖീഖത്തി അൻഫഅ മിൻ, എന്നല്ല ഇതിനേക്കാൾ പ്രയോജനകരമായ ഒരു സ്നേഹവുമില്ല. വകുല്ലു ഹുബ്ബിൻ സിവാ ദാലിക ബാത്തിലുൻ, ഇതല്ലാത്ത സകല സ്നേഹങ്ങളും എന്താണ്, ബാത്തിലാണ്. ഇൻ ലം യുഇൻ അലൈഹി വയുസ്ഖിൽ മുഹിബ്ബ ഇലൈഹി, ആ സ്നേഹങ്ങൾ അള്ളാഹുവിലേക്ക് നയിക്കുന്നതല്ല എങ്കിൽ, അള്ളാഹുവിനോടുള്ളതായ സ്നേഹത്തിലേക്ക് നയിക്കുന്നതല്ല ആ സ്നേഹങ്ങൾ എങ്കിൽ എന്താണ്, അത് ബാത്തുലായ സ്നേഹവുമാണ് എന്നതാണ്. അതിനുശേഷം മുസന്നിഫ് സമയത്തിന് 10 മിനിറ്റ് മറ്റൊരു അധ്യായം മുസന്നിഫ് പറയുകയാണ്. ആദ്യം പറഞ്ഞ ചോദ്യത്തിന് മറുപടി എന്നോണം തന്നെ. വ അമ്മാ മഹബ്ബത്തുൻ നിസ്വാനി, സ്ത്രീകളെ സ്നേഹിക്കുക എന്നുള്ളത്, ചില എഡിഷനുകളിൽ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളത് എന്നാണ്. ഫലാ ലൗമ അലൽ മുഹിബ്ബി ഫീഹ, അങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിൽ ഒരു ആക്ഷേപവുമില്ല എന്നല്ല. ബൽ ഹിയ മിൻ കമാലി, അതൊരു പുരുഷന്റെ സമ്പൂർണ്ണതയിൽപ്പെട്ടതാണ് സ്ത്രീകളോടുള്ളതായ സ്നേഹം. വഖദ് ഇംതന്ന അല്ലാഹു സുബ്ഹാനഹു ബിഹാ അലാ ഇബാദിഹി ഫഖാൽ, ഇത് അല്ലാഹു അവന്റെ അടിമകളോട് ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഒന്നുണ്ടാകും, സ്നേഹമുണ്ടാകും, പൊതുവെ അവർ തമ്മിൽ നിന്നുണ്ടാവും, ഒരാകർഷണം ഉണ്ടാകും. ഇത് അള്ളാഹു മനുഷ്യരോട് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണ്, അതൊരു ആയത്താണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹുവിന്റെ ആയാത്തുകളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് തന്നെ അള്ളാഹു ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലിതസ്കുനു ഇലൈഹ, അവളിൽ നിന്ന് നീ സന്തോഷം നേടാൻ, സമാധാനം കരസ്ഥമാക്കാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇരുവരുടെയും ഇടയിൽ മവദ്ദത്ത്, സ്നേഹവും കാരുണ്യവും അള്ളാഹു ആണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഇട്ട് തന്നിരിക്കുന്നതാണ് ആ കാരുണ്യം. അത് എവിടെ നിന്നും വാങ്ങിക്കാൻ ലഭിക്കുന്നതല്ല, അള്ളാഹു ഇട്ട് തരണം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഈ കാരുണ്യവും സ്നേഹവും അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടാണ് അത് ചോദിക്കേണ്ടതും. വഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറുൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫജഅലൽ മർഅത സക്കനൻ ലിർറജുൽ, അതിവിടെ പുരുഷന് സമാധാനം കണ്ടെത്താൻ, അവർക്ക് ആശ്വാസം കണ്ടെത്താനുള്ളതായ ഇടമായി സ്ത്രീ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. യസ്കുനു ഖൽബുഹു ഇലൈഹ, അവന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു, അവളിൽ സന്തോഷം നേടുന്നു, സമാധാനമടയുന്നു. വജഅല ബൈനഹുമാ ഖാലിസൽ ഹുബ്ബി, അവരുടെ ഇരുവരുടെയും ഇടയിൽ അള്ളാഹു ശുദ്ധമായ സ്നേഹത്തെ അള്ളാഹുവാണ് സ്ഥാപിച്ചത്. അള്ളാഹു സ്ഥാപിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വജഅല ബൈനഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, വജഅല ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ അള്ളാഹുവാണ് സ്ഥാപിച്ചത് ഈ പറയുന്ന മവദ്ദത്തും റഹ്മത്തും. വഹുവൽ മവദ്ദത്തുൽ മുഖ്തരിനതു ബിർറഹ്മ, ഈ സ്നേഹം റഹ്മത്തിനോട്, കാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായ സ്നേഹമാണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. വഖദ് ഖാല തആല ഉഖൈബ ദിക്രിഹി മാ ഉഹില്ല ലനാ മിനൻ നിസാഇ വമാ ഹുരിമ മിൻഹുന്ന, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൻ നിസായിൽ അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ആരെയാണ് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നത്, അനുവദിക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ടവരെയും ആരെയാണ് പാടില്ലാത്തത് എന്ന് വിശദീകരിക്കുന്ന ആയാത്തുകൾ കാണാം. അതിന് തൊട്ടുടനെ അള്ളാഹു പറയുകയാണ്, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാനാണ്. ഈ പറയുന്ന വിവാഹ ജീവിതത്തിലെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചു തരാൻ എന്ത് ചെയ്യുന്നു
അള്ളാഹു ഉദ്ദേശിക്കുന്നു. മുൻഗാമികളായ അമ്പിയാക്കളുടെ, നിങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കളുടെ മാർഗം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. വയതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് തൗബ സ്വീകരിക്കാൻ, പുറത്തു തരാൻ വേണ്ടി കിട്ടും. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നു. വയുരീദുൽ ലദീന യത്തബിഊന അശ്ശഹവാത്ത്, എന്നിട്ട് അല്ലാഹു പറയാണ്, എന്നാൽ ഷഹവാത്തുകളുടെ, ഇച്ഛകളുടെ പിന്നാലെ നടക്കുന്നതായ ആളുകൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർ അൻ തമീലു മൈലൻ അദീമ, അവർ വലിയ രീതിയിൽ അള്ളാഹു വരച്ചിരിക്കുന്ന ഹുദൂദുകളിൽ നിന്ന് തെറ്റാനാണ് എന്തിരിക്കുന്നത്, അള്ളാഹു വരച്ചിരിക്കുന്നതായ പരിധി വിട്ട് കടക്കാനാണ്, തെന്നിമാറാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ, ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുന്നു. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനന്മാരായിക്കൊണ്ടാണ്. ഇപ്പൊ ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വൈവാഹിക ജീവിതം സുഗമമാക്കി തരാനും അനുവദനീയമായ മാർഗത്തിലൂടെ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. എന്നാൽ ഷഹവാത്തുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ തെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എന്താവും നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയത്, നിങ്ങൾക്ക് ഭാര്യമാർ വിവാഹം കഴിക്കാം, സമയമായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്നാണ്. എന്നാൽ അതിനെന്ത് ചെയ്തു, വച്ച് ദീർഘിപ്പിക്കുക, ഇത് ഷഹവാത്തിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അതേപോലെ തന്നെ വിവാഹത്തിൽ അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെതിര് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ്. അതിനെ ആക്ഷേപിക്കുക, ചിലപ്പോൾ ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, ഇത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ മുതിർന്നവർ ചെറിയ ആളുകളെ വിവാഹം കഴിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ ചില ആൾക്കാർ എങ്ങനെയുണ്ട്, പ്രായമുള്ളവർ ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്, ആക്ഷേപാർഹമായ കാര്യമല്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതിന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, അതും ഈ പറയുന്ന ഷഹവാത്തിന്റെ ആളുകളുടെ രീതിയാണ്. ഇസ്ലാം എന്ത് ചെയ്യുന്നു, അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് എന്ത് ചെയ്യുന്നു, അവർ അനുവദിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗരയിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് അനുവദിക്കുന്നു. ഇതുപോലുള്ളതായ നികൃഷ്ട കാര്യങ്ങളെ ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ അനുവദിക്കുകയും അതേപോലെ തന്നെ അള്ളാഹു വച്ചിരിക്കുന്നതായ നിയമങ്ങൾ എതിർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായൊരു രീതിയാണ്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും എന്തുണ്ടാകും, ആഗ്രഹമുണ്ടാകും എന്നുള്ളത്. ഇബ്നു താവൂസ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സുഫിയാൻ സൗരി പറയുന്നത് ഇങ്ങനെയാണ്, ഇദാ നദറ ഇലൻ നിസാഇ ലം യസ്ബിർ, അദ്ദേഹം സ്ത്രീകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഭാര്യമാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ഷമയുണ്ടാകുമായിരുന്നില്ല. അതായത് അവർക്ക് ആഗ്രഹം സാധിക്കേണ്ടതുണ്ട്. ഇത് പുരുഷന്റെ ഒരു എന്താണ് രീതിയാണ് എന്നുള്ളതാണ് ഖുർആനും സുന്നത്തും എല്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. വഫി സ്വഹീഹി മിൻ ഹദീസ് ജാബിരിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു റഅ ഇംറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടു. ആദ്യത്തെ നോട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഫഅതാ സൈനബ്, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഖദാ ഹാജതഹു മിൻഹാ, എന്നിട്ട് എന്ത് ചെയ്തു, ആവശ്യം പൂർത്തീകരിച്ചു, ആഗ്രഹം സാധിച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്വാനി, സ്ത്രീകൾ മനുഷ്യരിലേക്ക് നടന്നു വരും ഷൈത്വാനിന്റെ രൂപത്തിൽ. വതുദ്ബിറു ഫീ സൂറത്തി ശൈത്വാനിൻ, അവർ പിന്തിരിഞ്ഞു നടക്കും ഷൈത്വാനിന്റെ രൂപത്തിൽ. ഫൈദാ റഅ അഹദുക്കും ഇംറഅ, നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ കണ്ടുപോയാൽ, ഫഅജബതുഹു, അവൾ നിനക്ക് ഇഷ്ടമുണ്ടായി എങ്കിൽ, എന്നാൽ ഫൽയഅതി അഹ്ല, ഉടനെ ചെയ്യേണ്ടത് എന്താണ്, അതിന് പരിഹാരം പറയാണ്, ഉടനെ നിന്റെ ഭാര്യമാരിലേക്ക് ചെല്ലുക. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സി, നിന്റെ മനസ്സിലുള്ളതായ കാര്യത്തെ എന്ത് ചെയ്യും, അതെടുത്തു കളയും, നിഷിദ്ധമായ തോന്നലുകൾ എന്ത് ചെയ്യും, ഇല്ലാതെയാക്കും. വഫീ ഹാദൽ ഹദീസ് ഇദ്ദതു ഫവായിദ്, ഈ ഹദീസിൽ എന്തുണ്ട്, ധാരാളം ഫായിദകളുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് അൽ ഇർഷാദു ഇല തസല്ലി അനിൽ മത്ലൂബി ബിജിൻസിഹി, ഒരാളെ സമാശ്വസിപ്പിക്കുക, അവന് ലഭിക്കാതെ പോയ, അവന്റെ ആഗ്രഹം ലഭിക്കാതെ പോകുമ്പോ അതുപോലുള്ളതായ കാര്യം കൊണ്ട് എന്ത് ചെയ്യുക, അവനെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ഫായിദയാണ്. കമാ യഖൂമു തഅമു മക്കാന തഅം വസ്തൗബു മക്കാന സൗബ്, ഭക്ഷണത്തിന് പകരം ഭക്ഷണം, വസ്ത്രത്തിന് പകരം വസ്ത്രം എന്നുള്ളത് പോലെ ഇവന്റെ മനസ്സിൽ അതുപോലുള്ള ആഗ്രഹം വന്നപ്പോൾ എന്ത് ചെയ്തു, അവൻ ശമിപ്പിക്കാൻ ചെയ്യുക, ഭാര്യയെ സമീപിക്കുക. ഏത് കാര്യത്തിനും സ്വീകരിക്കാവുന്ന കാര്യമാണ്. ഒരാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആശ്വാസമായിട്ട് എന്ത് ചെയ്യുക, അതുപോലുള്ള ഒന്നുകൊണ്ട്
ആശ്വസിപ്പിക്കുക എന്നതുപോലെ. ومن هذا മറ്റൊരു ഫായിദയാണ് الامر بمداواه الاعجاب بالمراه المورث لشهوتها بانفع الادويه. മനസ്സിൽ വികാരമുണർത്തുന്ന രീതിയിൽ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു, എന്നാൽ എന്ത് ചെയ്യുക, അതിന് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഹുവ ഖദാഉ വതരിഹി മിൻ അഹ്ലി, അത് അവന്റെ ആഗ്രഹം അവന്റെ അഹ്ലിൽ നിന്ന് എന്ത് ചെയ്യുക, തേടുക, അവന്റെ കുടുംബത്തിൽ നിന്ന്, അവന്റെ ഭാര്യയിൽ നിന്ന് എന്ത് ചെയ്യുക, അവന്റെ ആഗ്രഹം ഉടനെ വീട്ടുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. വദാലിക യൻഖുദു ശഹവതഹു ലഹ, അത് ഈ പറയുന്ന സ്ത്രീയോടുള്ളതായ ഇവന്റെ വികാരത്തെ എന്ത് ചെയ്യും, ഇല്ലാതെയാക്കി കളയും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനോട് ചേർത്തുകൊണ്ട് ഉലമാക്കൾ പറയാണ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, വഹാദാ കമാ അർഷദൽ മുതഹാബ്ബീന ഇല നിക്കാഹ്, പരസ്പരം സ്നേഹിച്ച ആളുകളെ നിക്കാഹ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിർദ്ദേശിക്കപ്പെടുന്നതായ പരിഹാരം. അവരെ പിന്നീട് എന്ത് ചെയ്യാതിരിക്കുക, വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ അവരെന്ത് ചെയ്യുക, നിക്കാഹ് ചെയ്ത് കൊടുത്തേക്കുക. പരസ്പരം സ്നേഹിച്ചു പോയി, ആ ബന്ധം ഉചിതമാണ് എങ്കിൽ ഉടനെ എന്ത് ചെയ്തേക്കണം, നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ശർഈന്റെ നിർദ്ദേശം. കമാ ഫീ സുനൻ ഇബ്നു മാജ മർഫൂഅൻ ലം യുറാ ലിൽ മുതഹാബ്ബീന മിസ്ലു നിക്കാഹ്, ഇബ്നു മാജ റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരസ്പരം സ്നേഹിച്ച ആളുകൾക്ക് നിക്കാഹ് പോലെയുള്ളതല്ലാത്ത വേറൊരു പരിഹാരമല്ല, അവർക്ക് എന്ത് ചെയ്യുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. ഫനിക്കാഹുൽ മഅശൂഖത്തി ഹുവ ദവാഉൽ ഇഷ്ഖി, ഒരാൾ വേറൊരു സ്ത്രീയെ സ്നേഹിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം എന്താണ്, ആ മഅശൂഖത്തിനെ, സ്നേഹിക്കപ്പെട്ടവരെ നിക്കാഹ് ചെയ്യുക എന്നുള്ളത് ഹുവ ദവാഉൽ ഇഷ്ഖി, ആ ഇഷ്കിന്റെ പരിഹാരമാണത്, സ്നേഹത്തിന്റെ പരിഹാരമാണത്, നിഷിദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള പരിഹാരമാണ്. അല്ലദീ ജഅലഹു അല്ലാഹു ദവാഅൻ ശർഈയായിട്ട് അല്ലാഹു വെച്ചിരിക്കുന്ന നിയമമാണത്. അതെന്ത് ചെയ്തിരിക്കുക, അനുവദനീയമായ മാർഗമുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക, നിഷിദ്ധമാണെങ്കിൽ പാടില്ല. വേറൊരാളുടെ ഭാര്യയാണ്, അനുവദിക്കപ്പെട്ട കാര്യമല്ല. അല്ലെങ്കിൽ ഇവന് മഹ്റമായ ഒരാളാണ്, എന്നാൽ എന്തല്ല, അനുവദിക്കപ്പെട്ട കാര്യമല്ല. അനുവദനീയമായ രീതിയിൽ പറ്റുന്ന ബന്ധമാണെങ്കിൽ എന്ത് ചെയ്യുക, നിക്കാഹ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വഖദ് തദാവാ ബിഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്, ഈ ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട്. വലം യർതകിബ് നബിയുല്ലാഹി മുഹറമ, ദാവൂദ് അലൈഹിസ്സലാം അവിടുത്തെ ഭരണാധികാരിയാണ്, അധികാരമുണ്ട്. പക്ഷെ എന്ത് ചെയ്തു, ഒരു സ്നേഹമുണ്ടായപ്പോൾ അവർക്ക് ആഗ്രഹം എന്ത് ചെയ്യാം, സാധിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അതിന് നിന്നില്ല. പിന്നെന്ത് ചെയ്തു, ഈ ചികിത്സയാണ് സ്വീകരിച്ചത്. വൈന്നമാ തസവ്വജൽ മർഅത വദമ്മഹാ ഇലാ നിസാഇഹി ലിമഹബ്ബതിഹ, അവരോട് സ്നേഹത്താൽ എന്ത് ചെയ്തു, ആ സ്ത്രീ വിവാഹം കഴിച്ചിട്ട് തന്റെ ഭാര്യമാരുടെ കൂടെ ചേർക്കുകയാണ് ദാവൂദ് അലൈഹിസ്സലാം ചെയ്തത്. വകാനത് തൗബതുഹു ബിഹസബി മൻസിലതിഹി ഇൻദല്ലാഹി വഉലുവി മർതബതി, ദാവൂദ് അലൈഹിസ്സലാം ആ വിഷയത്തിൽ തൗബ ചെയ്തിട്ടുണ്ട്. കാരണം ആ നോട്ടം എന്തല്ല, ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ആ മർത്തബയ്ക്ക് ചേർന്നതായിരുന്നില്ല എന്നുള്ളതിനാൽ എന്ത് ചെയ്തു, ദാവൂദ് അലൈഹിസ്സലാം തൗബ ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉന്നത പദവിക്ക് ചേർന്നതായിരുന്നില്ല. വലാ യലിഖു ബിനൽ മസീദു അലാ ഹാദാ, അതിനേക്കാൾ അപ്പുറത്ത് ചെയ്യുക എന്നുള്ളത് എന്തല്ല, നമുക്കും അനുവദനീയമായ കാര്യമല്ല. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ പ്രണയത്തിന്റെ ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയുകയാണ്. അവരുന്നയിച്ച ചില കാര്യങ്ങൾക്കും മറുപടി പറയുകയാണ്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാര്യം അവർ ഉന്നയിച്ചിരുന്നു, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വഅമ്മാ ഖിസ്സത്തു സൈനബ ബിൻത് ജഹ്ഷിൻ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. ഫസൈദുൻ കാന ഖദ് അസമ അലാ ത്വലാഖിഹാ വലം തുവാഫിഖ്ഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈനബ് ബിൻത് ജഹ്ഷിനെ എന്ത് ചെയ്തത്, സെയ്ദ് റളിയല്ലാഹു അൻഹു വാങ്ങി കഴിച്ചു കൊടുത്തത്. സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെല്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. വകാന യസ്തശീറു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫിറാഖിഹ, ഇങ്ങനെ ഈ ബന്ധം വേർപ്പെടുത്താൻ ഇവര് സയ്യിദ് റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് മുഷാവറ നടത്തി, ചർച്ച ചെയ്തു. വഹുവ യഅ്മുറുഹു ബിഇംസാക്കിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് എന്താണ്, അവരെ കൂടെ താമസിപ്പിക്കണം, ബന്ധം വേർപ്പെടുത്തരുത് എന്നാണ് കൽപ്പിച്ചത്. ഫഅലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മുഫാരിഖുഹാ ലാ ബുദ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീർച്ചയായും അറിയാം ഈ ബന്ധം വേർപ്പെടുമെന്ന്, അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ആ വിഷയം. പക്ഷെ എങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? കൂടെ താമസിപ്പിക്കാനാണ് പറഞ്ഞത്. ഫഅഖ്ഫാ ഫീ നഫ്സിഹി അന്നഹു യതസവ്വജുഹാ ഇദാ ഫാറഖഹാ സയ്യിദുൻ. ഈ വിവാഹബന്ധം വേർപിരിയുമെന്നും അങ്ങനെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്തില്ല? തുറന്നു പറഞ്ഞില്ല. വഖശിയ മഖാലത്തന്നാസ്, ജനങ്ങൾ പലതും പറയുമെന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ സൗജത ബിനിഹി, നബി സ്വന്തം മകന്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്നെന്ത് ചെയ്യും? ആളുകൾ പറയും. വളർത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ടാണ് ജാഹിലിയ കാലത്ത് എന്ത് ചെയ്തിരുന്നത്? കണ്ടിരുന്നത്. അത് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്ന കാര്യമല്ല. മറ്റൊരാളുടെ പിതാവിന്റെ മകൻ എന്തല്ല സ്വന്തം മകനാവുകയല്ല ഒരു കാരണവശാലും. വളർത്തുപുത്രൻ സ്വന്തം മകനെ പോലെയാണ് എന്നുള്ളതായിരുന്നു ജാഹിലിയ കാലത്തുള്ള വിശ്വാസം, ആചാരം അങ്ങനെയാണ്. അതുകൊണ്ട് വളർത്തുപുത്രന്റെ ഭാര്യ സ്വന്തം മകളുടെ ഭാര്യയാണ്, മകന്റെ ഭാര്യയാണ്. മകന്റെ ഭാര്യ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ ഒരു വിശ്വാസം മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്. ഈ ജാഹിലിയ കാലത്തെ ഈ ഒരു ആചാരത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ പറയും എന്നുള്ളതിനെ പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ആദ്യം അത് വെളിപ്പെടുത്തിയില്ല. ഇത് വെളിപ്പെടുത്താതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഭാഗത്ത് തിരുത്തൽ വരുന്നുണ്ട്. ഫഇന്നഹു കാന ഖദ് തബന്ന സയ്യിദൻ ഖബല നുബുവത്തി, നുബുവത്തിന് മുമ്പേ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, വളർത്തുപുത്രനായി സ്വീകരിച്ചതാണ്. വറബ്ബു തആല യുരീദു അൻ യുശരിഅ ശർഅൻ ആമ്മൻ ഫീഹി മസാലിഹു ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്താണ്? എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഉപകാരപ്രദമായ ഒരു ശരീഅത്ത്, ഒരു നിയമം ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അങ്ങനെ ഫലമ്മാ ത്വല്ലഖഹാ സയ്യിദുൻ, സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ത്വലാഖ് ചൊല്ലി. വൻഖളത് ഇദ്ദതുഹാ മിൻഹു, ഇദ്ദ കഴിഞ്ഞു. ഇദ്ദ കഴിഞ്ഞപ്പോ അർസലഹു ഇലൈഹാ യഖ്തുബുഹാ ലിനഫ്സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹാലോചന നടത്താൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി. ഫജാഅ സയ്യിദുൻ വസ്തദ്ബറൽ ബാബ ബിദുഹ്രി, അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെന്നു, വീട്ടിൽ പുറംതിരിഞ്ഞു നിന്നു. അന്യ സ്ത്രീകളാവുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? വാതിൽ മുട്ടിയിട്ട് അവിടേക്ക് നോക്കുകയല്ല ചെയ്യേണ്ടത്, പുറംതിരിഞ്ഞു നിൽക്കണം. വഅദുമത് ഫീ സ്വദ്രിഹി ലമ്മാ ദക്കറഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സയ്യിദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ചെയ്തിട്ടുണ്ട്, ഒരു വലിയ പ്രയാസം പോലെ തോന്നിയിട്ടുണ്ട്. ഫനാദഹാ മിൻ വറാഇൽ ബാബി, അതിന്റെ വാതിന്റെ പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു, യാ സൈനബ് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബുകി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹാലോചന നടത്തുന്നുണ്ട്. ഫഖാലത്ത് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ അന ബിസ്വാനിഅത്തിൻ ഷൈഅൻ ഹത്താ ഉആമിറ റബ്ബി, ഞാൻ ഇസ്തിഖാറ നമസ്കരിച്ചതിന് ശേഷം അല്ലാതെ എന്ത് ചെയ്യൂല, തീരുമാനമെടുക്കുകയില്ല. അങ്ങനെ വഖാമത്ത് ഇലാ മിഹ്റാബിഹാ ഫസല്ലത്ത്, സൈനബ് റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഫതവല്ലല്ലാഹു അസ്സ വജല്ല നികാഹഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് എന്ത് ചെയ്തു? ഈ നിക്കാഹ് നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. വഅഖദ നികാഹ ലഹു ഫൗക അർശി, അർശിന്റെ മേലെ നിന്ന് അല്ലാഹു എന്ത് ചെയ്തു? ഈ നിക്കാഹ് ഉടമ്പടി അല്ലാഹു നടത്തി കൊടുത്തു. വജാഅൽ വഹ്യു ബിദാലിക്, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു? വഹി വന്നു. ഇപ്രകാരമാണ്, ഫലമ്മാ ഖദാ സയ്യിദുൻ മിൻഹാ വതറ സവ്വജനാകഹാ, സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്തു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? നാം അവളെ താങ്കൾക്ക് നിക്കാഹ് ചെയ്തു തന്നു. അല്ലാഹുവാണ് എന്ത് ചെയ്യുന്നത്? നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിവഖതിഹി ഫദഖല അലൈഹാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഫകാനത്ത് തഫ്ഖറു അലാ നിസാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക്, സൈനബ് റളിയല്ലാഹു അൻഹ ഈ വിഷയത്തിൽ മറ്റുള്ള ഭാര്യമാരോട് അഭിമാനം കൊള്ളുമായിരുന്നു. ഫതഖുൽ, പറയും, അൻതുന്ന സവ്വജകുന്ന അഹാലികുന്ന, നിങ്ങളുടെ മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ് എന്ത് ചെയ്ത്? വിവാഹം ചെയ്തു കൊടുത്തത്. വസവ്വജനില്ലാഹു മിൻ ഫൗഖി സബഇ സമാവാത്തിൻ, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് എന്നെ അല്ലാഹുവാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് പറയുമായിരുന്നു. ഫഹാദിഹി ഖിസ്സത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ്, സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല? പ്രണയത്തിലേർപ്പെട്ടതല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു മഹത്തായ നിയമം എന്ത് ചെയ്യാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു നിയമമാണത്. ഒരു ചെറിയ ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു നടപടിക്രമത്തെ എന്ത് ചെയ്യുക? മാറ്റി
വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാവർത്തികമാക്കി എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് വിവാഹം കഴിക്കേണ്ടതില്ല, മോചനം നടത്തേണ്ടതില്ല എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥയല്ല, പിന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റായ ഒരു നടപടിക്രമത്തെ മാറ്റുകയും അതിന്റെ ശരിയായ ഇസ്ലാമിക വിധി പഠിപ്പിക്കുകയുമാണ് അത് മുഖേന ചെയ്തത്. അതായത് ദത്തുപുത്രന്റെ വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് ഒരു ഉപ്പയ്ക്ക് മകനെ പോലെയല്ല, സ്വന്തം രക്തബന്ധത്തിലുള്ള മകനെ പോലെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു